ഞങ്ങളുടെ മണ്ണിൽ നേരിട്ടൊരു ആക്രമണം നടന്നാൽ പ്രതികരണം ഇതുവരെ കണ്ടിട്ടില്ലാത്ത വിധം മാരകമായിരിക്കും. ഇതായിരുന്നു ഇറാൻ സൈനിക വക്താക്കളുടെ വാക്കുകൾ. ഇതിലൂടെ തങ്ങളുടെ കരുത്തിലുള്ള അപാരമായ വിശ്വാസത്തെയാണ് സൂചിപ്പിക്കുന്നത്. അത് വെറും ഒരു ഭീഷണിയല്ല, മറിച്ച് ശത്രുവിന് താങ്ങാൻ കഴിയാത്ത നാശനഷ്ടങ്ങൾ വരുത്താൻ ശേഷിയുള്ള ഒരു പ്രതിരോധ നിര ഇറാന് പിന്നിലുണ്ട് എന്നത് സത്യമാണ്. കേവലം അതിർത്തിയിലെ വെടിയൊച്ചകളല്ല ഇറാൻ ഇന്ന് നേരിടുന്നത്, മറിച്ച് അതിനേക്കാൾ ഭീകരമായ സാമ്പത്തിക സാംസ്കാരിക കടന്നുകയറ്റങ്ങളാണ്. 1980കളിലെ ഇറാൻ ഇറാഖ് യുദ്ധത്തെക്കാൾ സങ്കീർണമായ ഹൈബ്രിഡ് യുദ്ധമാണ് തങ്ങൾക്കെതിരെ നടക്കുന്നതെന്നും പെഷഷ്കിയാൻ ലോകത്തെ തന്നെ ഓർമ്മിപ്പിക്കുന്നു. അന്ന് ശത്രു നേരിട്ടായിരുന്നു എങ്കിൽ ഇന്ന് അവർ ഉപരോധങ്ങളുടെയും നയതന്ത്ര സമ്മർദ്ദങ്ങളുടെയും നിഴലിൽ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇരുന്നാണ് ആക്രമിക്കുന്നത്. സയനിസ്റ്റ് അമേരിക്കൻ കൂട്ടുകെട്ടിന്റെ ഈ ചതിക്കുഴികളെ തിരിച്ചറിഞ്ഞ് തങ്ങളുടെ പരമാധികാരം സംരക്ഷിക്കാൻ ഇറാൻ നടത്തുന്ന മുന്നേറ്റം ലോകത്തെ മർദ്ദിത ജനങ്ങൾക്ക് വലിയൊരു പാഠം കൂടിയാണ്.